പ്രകാശം, തേജസ് എന്നിവയുടെ ദേവതയും സൂര്യപത്നിയുമായ സുന്ദരരൂപിയുടെ നാമധേയം സംജ്ഞാദേവി. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ സുപുത്രിയാകുന്നു സംജ്ഞാദേവി. പതിയായ അർക്കൻ്റെ താപം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ ദേവിക്ക്. കാലം അത്രയും കഠിനമായ ചൂടിൽ വെന്തുരുകിയ ആ സുന്ദരി ഇനിയും ഇത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ എത്രയും വേഗം ഈ സമസ്യയ്ക്കൊരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാകുന്നു. അതിനാൽ തന്നെ സംജ്ഞയുടെ മനസ്സിൽ ഒരാശയം ഉടലെടുത്തു. തൻ്റെ തന്നെ നിഴൽ അഥവാ ഛായയെ തൻ്റെ രൂപത്തിലാക്കിക്കൊണ്ട് സൂര്യസമക്ഷം നിർത്തിക്കൊണ്ട് സൂര്യലോകത്ത് നിന്നും കടന്നു കളയാം എന്നതായിരുന്നു അത്. അതേ പ്രകാരം സംജ്ഞാദേവി തൻ്റെ ഛായയെ തൻ്റെ രൂപസാദൃശ്യമാക്കിക്കൊണ്ട് സൂര്യലോകത്ത് നിന്നും പുറപ്പെട്ടു. ധരണിയിൽ ഒരു വനത്തിൽ അശ്വരൂപം ധരിച്ച് തപസ് അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. എന്നാൽ അങ്ങ് സൂര്യലോകത്ത് സംജ്ഞാദേവിയായി കഴിയുന്നത് ഛായയുമാകുന്നു. ഛായ തൻ്റെ പത്നിയാണെന്ന് സൂര്യദേവനും കരുതി അങ്ങനെ ജീവിച്ചു. അങ്ങനെ അവർ സംവത്സരങ്ങളോളം കടന്നുപോയി. ആ ദമ്പതികളിൽ നവഗ്രഹങ്ങളിൽ ഒരാളും നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷകനുമായി നിലകൊള്ളുന്ന, കൂടാതെ സത്യത്തിൻ്റെയും ശ്രദ്ധയുടെയും സംരക്ഷകനുമായ, എന്തിനേറെ പറയുന്നു, ത്രിമൂർത്തികളെ പോലും വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ശനീശ്വരൻ പിറവി കൊണ്ടു. എന്നാൽ കാലങ്ങൾ കടന്നു, ശനി വളർന്നു. തൻ്റെ മറ്റു സന്തതികൾ, അതായത് സൂര്യദേവനിൽ സംജ്ഞാദേവിയിൽ ജനിച്ച ഇരട്ട സന്തതികളായ യമുനാദേവിയും യമനിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളാണ് ശനിക്ക് ഉണ്ടായിരുന്നത്. കൂടാതെ ഛായ വളരെ പക്ഷാഭേദമായും പെരുമാറുന്നു. മറ്റു രണ്ട് മക്കളോടും കാണിക്കുന്നതിലും വിഭിന്നമായ രീതിയിലായിരുന്നു ശനിയോടുള്ള ഛായയുടെ പ്രതികരണം. അതിൽ സംശയം തോന്നിയ സൂര്യദേവൻ ഇത് തൻ്റെ സംജ്ഞയല്ല എന്ന് മനസ്സിലാക്കി. എന്നാൽ തൻ്റെ സംജ്ഞ എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം കാലങ്ങളോളം നീണ്ടുനിന്നു. ഒരു നാൾ തൻ്റെ പ്രിയതമയായ വിശ്വകർമ്മജ ഒരു അശ്വരൂപം പൂണ്ട് കാട്ടിൽ തപസ് അനുഷ്ഠിക്കുന്നതായി ആദിത്യ ഭഗവാൻ കാണാനിടയായി. അവളെ കണ്ടെത്തിയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനം സന്തോഷത്താൽ ആറാടി. അദ്ദേഹം വേഗം ഒരു അശ്വരൂപം ധരിച്ച് ധരണിയിലേക്ക് ഗമിച്ചു. സംജ്ഞയ്ക്ക് സമീപം ആഗതനായി. അശ്വരൂപത്തിലെങ്കിലും തൻ്റെ പ്രിയതമനെ കണ്ട സംജ്ഞാദേവി ഇത് തൻ്റെ സൂര്യനാണെന്ന് മനസ്സിലാക്കി. അശ്വരൂപത്തിൽ അവർ തമ്മിൽ രമിക്കുകയും സംജ്ഞ ഗർഭം ധരിക്കുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് സംജ്ഞാദേവി പ്രസവിക്കുകയും അശ്വത്തിൻ്റെ രൂപത്തിലുള്ള 2 പുത്രന്മാർ പിറവികൊള്ളുകയും ചെയ്തു. അവർക്ക് സത്യനും ദസ്ത്രനും എന്ന് നാമകരണവും ചെയ്തു. ആ സൽപുത്രന്മാരാകുന്നു അശ്വനി കുമാരന്മാർ. അവർ ദേവവൈദ്യന്മാരാകുന്നു. ശേഷം സൂര്യഭഗവാൻ സംജ്ഞയോട് ചേർന്ന് പുത്രന്മാരോടൊത്ത് സൂര്യലോകത്തേക്ക് മടങ്ങി. ദേവി സംജ്ഞ അവിടെ സന്തോഷവതിയായി പിൽക്കാലത്ത് ജീവിച്ചു പോരുന്നു.